ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ജോഡ് അച്ചു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുത്തേക്കുന്നത് BR റാങ്കിഡാണ്. ഇന്ന് എൻ്റെ കൂടെ കളിക്കാൻ ജോഡ് ക്രാക്കുണ്ട്, OG സോളും ഉണ്ട്, ഒമേഗ എന്ന് പറഞ്ഞ ഏതൊരു ബംഗാളിയുണ്ട്. ഞാനാണെങ്കിൽ ചാടി ഇറങ്ങി പോച്ചിനോക്കി ഇറങ്ങി നല്ല ലൂട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ പട്ടി ബംഗാളിയും എടുത്തുകൊണ്ട് പോകാം ഗായ്സ്. ഇത് ചെയ്യാനായി പിന്നെ ഇവനിവിടെ ബാഗ് കണ്ടില്ല, ഞാനതെടുത്തു. പിന്നെ ഇവൻ മാഗും കണ്ടിട്ടില്ല, ഞാൻ അതൊക്കെ രണ്ടും അങ്ങ് തൂത്തുവാരി. എന്നിട്ട് ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അന്നേരം ഇവിടുന്ന് ലെവൽ 2 വെസ്റ്റും കിട്ടി. ഗായ്സ്, നിങ്ങളുടെ BR റാങ്കിലെ റാങ്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യണം ഗായ്സ്. എന്നിട്ട് എനിക്ക് മെഡൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഇവിടുന്ന് ചുമ്മാ ചുറ്റിത്തിരിയുക. P90 കണ്ട്, ഞാൻ P90 എടുത്തിട്ട് മാഗ് വേണോ P90 വേണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇത് ഏറ്റവും അവസാനം ഞാൻ P90 തന്നെ എടുത്തു ഗൈസ്. നമ്മൾ ചാടി നേരെ എനിമിയെ തപ്പി നടക്കുമായിരുന്നു. എനിമിയെ തപ്പി എങ്ങും കണ്ടില്ല. ഞാൻ എന്നിട്ട് ലൂട്ട് എടുക്കാൻ വേണ്ടി നല്ല ലോങ് റേഞ്ച് ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ നോക്കാനാണ്. M60ക്ക് നല്ല ഡാമേജ് ഒന്നുമില്ല ഗൈസ്. ലെവൽ 4 വെസ്റ്റോ ലെവൽ 3 വെസ്റ്റോ ആണെങ്കിൽ M60 എടുത്താൽ 5-6 ഡാമേജ് എങ്ങനെ കിട്ടത്തുള്ളൂ. ലോങ് റേഞ്ചില്ല, ഭയങ്കര ദൂരെയാണെങ്കിലും ഇങ്ങനെ കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരുന്ന സ്കാനർ ഇട്ട് നോക്കുക, ഇനിമേ ചുറ്റിലും എവിടെയെങ്കിലും ഉണ്ടോ കില്ല് വാരിയൊക്കെ. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണ് എത്ര ഉണ്ടെന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണ് ഏതായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ഗൈസ്. അന്നേരം ഞാനാണെങ്കിൽ ഈ വീട്ടിൽ കയറിയപ്പോൾ മെഡിക്കിറ്റോ വലിയ ലൂട്ടൊന്നും ഇല്ല, മെഡൊക്കെ കിട്ടിയുള്ളൂ ഗൈസ്. ഞാൻ ഇങ്ങനെ ഓടി എൽ ഷേപ്പ് വീടിൻ്റെ മണ്ടയ്ക്ക് കയറാൻ നേരം ഗൈസ്, എൽ ഷേപ്പിൻ്റെ വീടിൽ മണ്ടയ്ക്ക് കയറി. എന്നിട്ട് നമുക്ക് ബർബണിൻ്റെ ബുള്ളറ്റ് കിട്ടി. ഞാൻ ബൈസണിന് ഇട്ടേക്കുന്ന പേരാ ബർബൺ. നിങ്ങൾ ഏതെങ്കിലും ഗൺസിന് ഇരട്ട പേരിട്ടുണ്ടോ കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്നാലും എനിക്ക് ഇവിടുന്ന് AC-18 കിട്ടി. എനിക്ക് AC-18 വുഡ്പക്കറൊക്കെ ഇഷ്ടം. നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഞാൻ ഈ വീഡിയോയിൽ എത്ര വട്ടം ഗായ്സ് എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയണം. ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒമേഗ എന്ന് പറഞ്ഞ ടീമേറ്റ് ഡൗൺ ആയി. ഞാനാണെങ്കിൽ അവിടെ എനിമിയെ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ബ്ലൂ ആൾ കിടക്കും. ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അവനെ തന്നെ എയിം കിട്ടി എനിക്ക്. ഞാൻ അങ്ങനെ 2 അടി അടിച്ചപ്പോഴേ അവൻ നോക്ക്. 80-ൻ്റെ 90-ൻ്റെ ഒരടി അടിച്ചപ്പോഴേ അവൻ ചത്തു ഗൈസ്. അങ്ങനെ നമുക്ക് ഇപ്പോൾ 1 കില്ലായി ടോട്ടലി. ഗായ്സ്, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗായ്സ്. ഞാൻ ചാവുന്ന ഇടയ്ക്ക് വെച്ച ലാസ്റ്റിലാണോ ഇടയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ട് ഗായ്സ്. ഞാൻ ചാവുമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷേ ചത്തിട്ടില്ല. എന്നെ സംബന്ധിച്ചൊരു ട്വിസ്റ്റാണ്. ഇവിടെ വെച്ച് ഞാനാണെങ്കിൽ MA2B ഉണ്ടപ്പോൾ MA2B വേണോ AC-18 വേണമെന്ന് ടീമേറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ AC-18, ഞാൻ MA2B എടുത്ത്, എന്നാലും ഞാൻ AC-18 ഇപ്പോൾ എടുക്കും ഗൈസ്. ഗൈസ്, M60 ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
ഗൈസ് നമ്മളാണെങ്കിൽ ഇവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാറ ഓടി നടക്കരുത് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ ജോഡി ക്രാക്കിനെ റിവൈവ് ചെയ്യാൻ ഓജി സോളിനോട് ജോഡി ക്രാക്ക് പറഞ്ഞു. അന്നേരം ഓജി സോൾ പറഞ്ഞു, നീ എനിക്ക് ലൈക്ക് തന്നാൽ മാത്രമേ ഞാൻ നിന്നെ റിവൈവ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവസാനം ജോഡി ക്രാക്ക് ഗതിയിട്ട് ലൈക്ക് എടുത്തു. കണ്ട ഗൈസ്, ഇപ്പോൾ അവൻ റിവൈവ് ചെയ്യുന്നു. ഗൈസ്, നിങ്ങളുടെ BR റാങ്ക് ഹീറോയ്ക്കാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റ് റാങ്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഗൈസ്, നിങ്ങളൊരു BRE മാച്ച് കളിക്കുമ്പോൾ എത്ര കോയിൻസ് മാക്സിമം എടുത്തിട്ടുണ്ട്? ഞാനൊരു 12,000 ടോക്കൺ മാക്സിമം എടുത്തു. 12,000 അല്ല, 7,000 മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ട് പോകാൻ നേരമായിരുന്നു നമ്മുടെ ടീമേറ്റ് ഡ്രോപ്പ് എടുക്കാൻ പോയി. ഞാൻ വിചാരിച്ചു എനിമിയെ കണ്ടിട്ട് ഓടിയാൽ മതി. നമ്മളാണെങ്കിൽ ഇവിടെ സ്കാനർ എനിമി ഒട്ടിച്ച് ഓജി സോൾ ആദ്യമേ കയറി ചെന്നു. ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ കൂടെ ഒരുത്ത ഓടുന്നു. നല്ല ഡാമേജ് വയസ്സവന്. ആ കില്ല് എൻ്റെ ടീമേറ്റ് ഉമ്മ കൊണ്ടുപോയി. ഈ കില്ലല്ല, വേറെ ഒരു കില്ല വയസ്സ്. ഉണ്ട്, ഇതെൻ്റെ ഉമ്മൻ കൊണ്ടുപോയി ടീമേറ്റ് കള്ളപ്പാന്നി. ഞാനൊരു ടീമേറ്റിൻ്റെ കുമ്മം കൊണ്ടുവന്നുണ്ട്. നിങ്ങളത് കാണണം. ഗൈസ്, നിങ്ങൾ ഇത്രയും പേരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന മരത്തിൻ്റെ നിന്ന് ഓജി സോളിനെ അടിച്ചിട്ടുണ്ട്. ഓജി സോൾ അവനെ നോക്കാക്കി. അന്നേരം അവൻ്റെ പുറയിൽ ഇവൻ്റെ ടീമേറ്റ് ഉണ്ടായിരുന്നു. അവൻ റിവൈവ് ആയി. ഞാൻ നൈസിന് അവൻ്റെ കില്ലൊന്നും ഇവനടിച്ചു. എന്നിട്ട് നമ്മൾ ഓജി സോളിൻ്റെ അടുത്തോട്ട് ഓടുമായിരുന്നു ഗൈസ്, ലൂട്ട് എടുത്തിട്ട്. നല്ല ലൂട്ടുണ്ട് എൻ്റെ ബോക്സിൽ. നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എനിമി അവൻ്റെ അടുത്ത് നല്ല എനിമിയുണ്ട്. അവൻ വിളിച്ചു പറയുന്നുണ്ട്, എടാ വാടാ 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 എന്നാ, ഒരു നോക്ക് കൊണ്ടുവരാ. എന്നിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് പറയണം, നീ പെട്ടെന്ന് ചാവും, ഞാൻ നിന്നെ റിവൈവ് ചെയ്യും. അവൻ ചാവുന്നുമില്ല. ഞാൻ എന്നിട്ട് കുറേ തവണ പറഞ്ഞവൻ ചത്തു. ഞാൻ എന്നിട്ട് റിവൈവ് ചെയ്തിട്ടു. എന്നിട്ട് എനിമി ഇവിടെ കില്ലെടുക്കും. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് എനിമിയുടെ കില്ല് കുമ്പനടിച്ച് ആ ടീമേ വൈപ്പായി കഴിയും. നിങ്ങൾ എത്ര വട്ടം BRE ഹീറോയ്ക്ക് ബ്ലൂയ അടിച്ചിട്ടുണ്ടെന്ന് പറയണേ. എന്നിട്ട് ഞാൻ ക്രാക്കിനെ വിടിച്ചിട്ട് ഓടി. ഓജി സോളിനാണെങ്കിൽ അങ്ങ് പോയി എവിടോ ചെന്ന് ഇറങ്ങിയിട്ട് 2 നോക്കിട്ടിട്ട് അവൻ ചത്തു കഴിയും. അവൻ പടമായി. ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് എന്താ വട്ടാണോ, നീ എന്തിനും എപ്പോഴും ചാവുക? അവൻ പറഞ്ഞ് 2 നോക്കുണ്ട് ചെല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ. അന്നേരത്തേക്കും പുറയുന്ന ക്രാക്കിൻ്റെ വിളി, നീ നമ്പനായിട്ടാണോ നീ എന്നെ വിട്ടിട്ട് ഓടുന്നേ, നീ എന്തിനാടാ എന്നെ കൂട്ടാതെ പോകുന്നത്? അന്നേരം എനിക്ക് സാഡായിട്ട് ഞാൻ അങ്ങ് ഓടിച്ചെന്ന് കാറിൽ കയറി അവനെ കൂട്ടാൻ പോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓജി സോള് പിന്നെ അങ്ങ് ക്ഷീണപ്പെട്ട് ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഓജി സോളിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവാ. ക്രാക്ക് ഇവിടെ റിവൈവ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ക്രാക്കിൻ്റെ പൊട്ടത്തിനുണ്ട്. അവന് കയറാൻ പറ്റുന്നില്ല. നമുക്ക് ചിരിയൊക്കെ വരും. അവൻ കയറുന്നില്ല, കയറാൻ പറ്റാത്തവന്. ഇപ്പം കയറിയവന് ബഗ്ഗൊക്കെ കണ്ടടിക്കുന്നു. അവൻ്റെ ഫോണ് ബഗ്ഗാണ് ഫുള്ള് കണ്ടു. ഞാൻ എൻ്റെ ഫോണിൽ ലാഗുമാണ്, ഞാൻ കളിക്കുന്നുണ്ട്.
സൈഡിൽ എനിമിയുണ്ട്. ഞാൻ പറഞ്ഞവനെ അടിക്കണ്ട, നീ വിടാ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കില്ലെടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിമിയുണ്ട്, എന്ത് ചെയ്യാനാ. എന്നിട്ട് നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നിങ്ങളുടെയൊക്കെ നാട് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ക്രാക്കിനെ ഒരുത്തേണ്ട നോക്കാക്കിയിട്ടുണ്ട്. അന്നേരം ഒമേഗ എന്ന് പറഞ്ഞ ബംഗാളി അവനെ റിവൈവ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ കയറിയപ്പോൾ സൈഡിൽ നിന്നും എന്നെ അടിച്ച്. ഞാൻ ക്രോണ ഇട്ടിട്ട് ക്രോണ വെളിയിൽ പോയി ഗൈസ്, അറിയാതെ. എന്നിട്ട് നമ്മൾ അവനെയും കൂടെ അങ്ങ് കുത്തി പിടിച്ച് അടിച്ചിട്ടുണ്ട് ഗൈസ്. ആ കില്ല് എടുക്കാൻ വേണ്ടി ഞാൻ ഐറസിൻ്റെ എബിലിറ്റി ഇട്ട് വെറുതെ കളഞ്ഞു ഗൈസ്. ഈ കില്ലെന്ന് വെച്ചാൽ ജീവന. നമ്മൾ എന്നിട്ട് ഈ ക്ലോക്ക് ടവറിലോട്ട് ഇഷ്ടമായിട്ട് നമ്മുടെ കാല് വെച്ചൊക്കെ കയറിയിട്ട് ഞാൻ വിചാരിച്ച് കില്ലെടുക്കാമെന്ന് വിചാരിച്ച് മേളിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്നെ നല്ല ഡാമേജ് അടിച്ചു ഗൈസ്. ഞാൻ ഇപ്പോഴാണ് ഞാൻ കണ്ട സൈഡിൽ എനിമി ഓടുന്നത്. ഭാഗ്യത്തിന് അവന്മാരൊന്നും കണ്ടില്ല. ഗായ്സ്, ഞാൻ ഈ ഗ്രനേഡ് എറിഞ്ഞു, പക്ഷെ അത് മണ്ടയ്ക്ക് വരാൻ പറ്റിയ. രണ്ടാമതും എറിഞ്ഞു, പക്ഷെ ഫുള്ള് പൊട്ടത്തരാണ് കണ്ട ഗായ്സ്. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം അവൻ വെളിയിലോട്ടെങ്ങാനും വരുന്നുണ്ടാവും നോക്കിക്കൊണ്ടിരുന്നു. അന്നേരത്തേക്ക് ഞാൻ ഒന്ന് പുറയിലോട്ട് പോയി. എൻ്റെ ടീമേറ്റ് ക്രാക്ക് ചത്തില്ല, അവന് ആരോ അടിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ 2 ജനലിവിടെ മുമ്പ്. രണ്ടാമത്തെ ജനലിൽ ആരും കണ്ടില്ല. ആദ്യത്തെ ജനലുള്ളവൻ്റെ വെസ്റ്റ് നമ്മളങ്ങ് പൊട്ടിച്ച്. പക്ഷേ എന്നിട്ട് നമ്മുടെ ക്രാക്കിനെ പുറയെന്നൊക്കെ അടിച്ചിട്ട് ഞാനാണെങ്കിൽ അവനെ അങ്ങ് കുത്തിപ്പിടിച്ചിടാൻ പോയി. OG സോളിൽ ഇപ്പോൾ ചാവും ഗൈസ്. പടവായി. ഞാൻ റിവൈവ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചത്തു ഗൈസ്. ഞാനിപ്പോൾ ഈ എനിമിയെ കൊല്ലും, കുത്തി പിടിച്ചാൽ വരുന്നത് ഫുള്ള്. ഗൈസ്, നിങ്ങൾ BR കളിക്കുമ്പോൾ 1 ടാപ്പ് അടിച്ചാണോ അല്ല ഹെഡ് ഷോട്ട് അടിച്ചാണോ കില്ലെടുക്കുന്നത്, അതോ കുത്തി പിടിച്ചിട്ടാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളിവിടെ നിന്ന് ഓടി ഇവിടെ ആയിരുന്നു ഗൈസ്. ഞാൻ ചത്തെന്ന് വിചാരിച്ചത് ഗൈസ്. ആദ്യത്തെ ഉർസുലിയും കൊണ്ട് ബാക്കിലെ എനിമി ആരോ അടിച്ചിടുകയും ചെയ്തായിരുന്നു. എനിക്കെന്ന് പറയാൻ ഞാൻ ഉർസുലിനിട്ട് റിവൈവ് ആയി. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഡസ്റ്റ് റിപ്പയർ ചെയ്ത് മിഡും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇവിടെ നോടി ഞാൻ പോയപ്പോൾ ക്രാക്കിനെയും OG സോളിനെ റിവൈവ് ചെയ്യാൻ പോയ ബംഗാളി വരുത്തടിയും. ഞാൻ ഇവനെ സ്കോപ്പ് ചെയ്ത് നല്ല ഡാമേജ്. പിന്നെ ഐറസിൻ്റെ എബിലിറ്റി ഇട്ട് അവനെ നല്ലോണം അടിച്ചിട്ടു. ഐറസിൻ്റെ എബിലിറ്റിയൊക്കെ വെറുതെ ഇടുമായിരുന്നു. SVD വൈകിയായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ വുഡ്പക്കറാന്ന് പറഞ്ഞിരിക്കായിരുന്നു. എന്നാലും നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. SVD വൈക്ക് ഗ്ലോളുണ്ടേ കൂടെ പോകുന്ന 19 അതുകൊണ്ട് എന്തോ ഉണ്ടാക്കാമെന്ന്. ഞാൻ എന്നിട്ട് ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ക്രാക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടി കൊടുത്തെനിക്ക്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ വീഡിയോ വോയിസ് കൊടുക്കാൻ പോയപ്പോഴാണ് കണ്ടത് എനിമി എവിടെ വന്നു. ഇപ്പം നേരത്തെ കണ്ടൊന്നുമില്ല. ഞാൻ നമ്മുടെ ഒമേഗ ആണെങ്കിൽ എനിമി അടിച്ചിട്ട് റിവൈവ് ചെയ്യാനും പറ്റത്തില്ല. സോണിൻ്റെ വെളിയിലായത്. സോണിൻ്റെ വെളിയിൽ പോയ എനിമിയെ ഫുൾ അടിച്ചത്. ഞാനാണെങ്കിൽ എന്നിട്ട് മാസ്മരിക കളിയായിരുന്നു കളി. എന്നിട്ട് നമ്മുടെ ക്രാക്കിനെ എനിമി അടിച്ചിട്ടുണ്ട്. നമ്മള് ആരുടെയോ കില്ല് നമുക്ക് കുമ്മനും കിട്ടിയായിരുന്നു. ഏതാണ്ട് അന്ന് പോലെ എനിക്കറിയത്തില്ല. എനിക്ക് കില്ല് കിട്ടി. എന്നിട്ട് നമ്മള് 2v2 ആയിരുന്നു. എന്നാൽ നമ്മുടെ OG സോളിനെ ഏതോ എനിമി അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പുറത്ത് എനിമി ഉണ്ടെന്ന് വിചാരിച്ചു ഇപ്പുറത്തോട്ട് നോക്കിയിരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു എനിമി ചത്തുന്നത്. OG സോൾ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ വെറുതെ ഗ്രനേഡ് പൊട്ടത്തരം കാണിച്ച് വലിച്ചെറിയാറായി.
എന്നിട്ട് ഓജിസോളാണെങ്കിൽ പ്ലാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് എൻ്റെ ബാഗിലുള്ള വേസ്റ്റ് കൂടെ ഞാൻ പറക്കി കളയായിരുന്നു. എന്നിട്ട് ഞാൻ റഷ് ചെയ്ത് പോകാൻ പോയാൽ ഓജിസോള് കില്ല് കുമ്പം കൊണ്ട് എന്താ ചെയ്യാനാണ്, എനിക്ക് വിഷമമായി. ഓജിസോള് സൈഡിൽ കൂടെ കയറി എൻ്റെ കില്ല് കുമ്പം കൊണ്ട് ഞാൻ നമ്മളെ മൂവിയെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ബൈ.